പ്രിയരെ, നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ട് നമ്മുടെ വിഷയങ്ങൾ പോലെ മറ്റുള്ള വിഷയങ്ങൾ നാം എടുത്ത് പ്രാർത്ഥിച്ചിട്ടും പലപ്പോഴും നമ്മുടെ വിഷയങ്ങൾക്ക് മറുപടി ലഭിക്കാതിരിക്കുമ്പോൾ നാം മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച വിഷയങ്ങൾക്ക് മറുപടികൾ ലഭിക്കുമ്പോൾ നാം ദൈവത്തോട് ചോദിച്ചിട്ടില്ലേ, എന്തുകൊണ്ടാണ് കർത്താവ് എന്റെ വിഷയങ്ങൾക്ക് മാത്രം എന്തുകൊണ്ടാണ് അങ്ങ് മറുപടി നൽകാത്തത്? ഞാൻ പ്രാർത്ഥിച്ചിട്ട് മാത്രം അങ്ങ് എന്താണ് കേൾക്കാത്തത്? അങ്ങ് എന്നെ മറന്നു പോയോ? അങ്ങ് എന്റെ വിഷയങ്ങൾ ഓർക്കുന്നില്ലേ? ഞാൻ കടന്നു പോകുന്ന വഴിത്താരൽ അങ്ങ് അറിയുന്നില്ല. എന്റെ വേദനകൾ, എന്റെ നിലവിളികൾ, എന്റെ സങ്കടങ്ങൾ ഒന്നും അങ്ങ് കാണുന്നില്ല. മറ്റുള്ളവർ എന്നെ നിന്ദിക്കുന്നത് അങ്ങ് കേൾക്കുന്നില്ല എന്നൊക്കെ നാം ചോദിച്ചിട്ടില്ലേ? അങ്ങനെ ചോദിച്ചവരാണെങ്കിൽ, അല്ലെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് നിങ്ങളോട് സംസാരിക്കുന്നത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. അല്ലെങ്കിൽ നമുക്ക് വായിക്കാം. അതിനാധാരമായി എടുത്തിരിക്കുന്ന വേദഭാഗം യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം അതിന്റെ 13-ാം വാക്യം ഇങ്ങനെ പറയുകയാണ്: സക്കറിയാവേ, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നിന്റെ ഭാര്യ എലിസബേത്ത് നിനക്കൊരു മകനെ പ്രസവിക്കും എന്ന്. നമ്മൾ നോക്കുക, സക്കറിയ പ്രവാചകനെ കുറിച്ച് നാം പഠിക്കുമ്പോൾ ഹല്ലേലൂയ, ആ ദൈവസന്നിധിയിൽ നീതിയുള്ളവനും കർത്താവിന്റെ സകല കൽപ്പനകളും ന്യായങ്ങളും കുറ്റമില്ലാത്തവരെ നടക്കുന്നവരായിരുന്നു. എലിസബേത്ത് തന്റെ വൈഫ് എലിസബേത്തും ഹല്ലേലൂയ സക്കറിയാവും നമുക്കറിയാം. ഹല്ലേലൂയ, സക്കറിയാക്ക് പുരോഹിതനായിരുന്നു. അവന്റെ ഭാര്യ എലിസബത്ത്, രണ്ടുപേരും ദൈവത്തിന്റെ മുമ്പാകെ നീതിമാന്മാരായിരുന്നു. എന്നാൽ എന്ത് ചെയ്യാ, അവർക്ക് ദൈവസന നീതിയോടെ ജീവിച്ചിട്ടും അവർക്ക് ഒരു ശൂന്യത ഉണ്ടായിരുന്നു. കാരണം അവർക്ക് തലമുറ ഇല്ല. ഈ വർഷങ്ങളായി ദൈവത്തിന്റെ സന്നദ്ധിയിൽ പുരോഹിതനായിരിക്കുന്ന സക്കറിയാവിന്റെ ജീവിതത്തിൽ ഹല്ലേലൂയ പുരോഹിതൻ നമുക്കറിയാം, അനേകർക്ക് വേണ്ടി ദൈവത്തെ പഴയ നിയമകാലത്ത് പുരോഹിതന്മാര് ദൈവത്തിന്റെ സന്നിധി രൂപം കാട്ടുകയാണ്, ദൈവത്തിന്റെ സൗരഭ്യാസന അറിയിക്കുകയാണ്. മറ്റുള്ളവരുടെ വിഷയങ്ങൾ പുരോഹിതനോട് വന്ന് പറയുമ്പോൾ പുരോഹിതൻ എന്ത് ചെയ്യാ, ആ ജനത്തിനും ദൈവത്തിനും നടുവിൽ നിന്നുകൊണ്ട് ജനത്തിന്റെ വിഷയങ്ങൾക്ക് വേണ്ടി ദൈവസന്നിധി പ്രാർത്ഥിക്കുന്ന ഒരു ഭക്തനായ മനുഷ്യനാണ് ഇവിടെ കാണുവാൻ കഴിയും. നീണ്ട വർഷങ്ങൾ അവരെന്ത് ചെയ്യാ, ദൈവം മുമ്പാകെ ഹല്ലേലൂയ നിൽക്കുകയാണ്. എന്നാൽ ഹല്ലേലൂയ അവർക്ക് എന്ത് ചെയ്യുന്നില്ല, അവർക്ക് തലമുറ ലഭിച്ചിട്ടില്ല. അവർ എന്ത് ചെയ്യാ, മറ്റുള്ളവരുടെ മുമ്പിൽ ചോദിക്കണമെന്നാവും ഒരു പക്ഷെ മറ്റുള്ളവര്, നീ ഇനി ഞങ്ങൾക്ക് വേണ്ടി അല്ലെങ്കിൽ എല്ലാവർക്കും വേണ്ടി നീ അവരെ പ്രാർത്ഥിച്ചിട്ട് എന്തെങ്കിലും നിനക്ക് മറുപടി ഇല്ലയോ? നീ ഒരു പുരോഹിതല്ലേ, അപ്പൊ നീ എന്തെങ്കിലും കുറ്റങ്ങൾ ചെയ്ത് കാണും. ദൈവത്തിന്റെ മുമ്പിൽ അപരാധങ്ങൾ ചെയ്ത് കാണും. അതുകൊണ്ടാണ് എന്ത് ചെയ്യുക, എനിക്ക് തലമുറ ഇല്ലാത്തതൊക്കെ എന്ത് ചെയ്യാ, മറ്റുള്ളവർ തന്നെ എന്ത് ചെയ്യാ നിന്ദിച്ചിട്ടുണ്ടാവാം. പരിഹസിക്കുന്ന ഒരു വാക്കും കൊണ്ടല്ലായിരിക്കും, ചിലപ്പോൾ ഒരു നോട്ടം കൊണ്ട്, ഇവൻ പ്രാർത്ഥിച്ചിട്ട് ഞങ്ങൾക്ക് മറുപടി ലഭിക്കാൻ, ഇവന്റെ വിഷയത്തിന് എന്ത് ചെയ്യാ മറുപടി ഇല്ല, അല്ലേ ഇല്ല, ഇനി ഞങ്ങളുടെ വിഷയങ്ങൾ ഇവൻ എന്തെങ്ങനെ പരിഹാരം തരുമെന്ന് കഴിയും. ഇവന്റെ വിഷയത്തിന് ഇവന് മറുപടി ലഭിക്കുന്നില്ല എങ്കിൽ പിന്നെ എന്റെ വിഷയത്തിന് ഇവൻ എങ്ങനെ മറുപടി നൽകുമെന്നൊക്കെ എന്ത് ചെയ്യാ ഹല്ലേലൂയ പുരോഹിതരായ സക്കറിയാവിനെ കുറിച്ച് അവർ ചിന്തിച്ചിട്ടുണ്ടാകും. അങ്ങനെ എന്ത് ചെയ്യാ, ഇവിടെ വാക്കുകളോ ഇവിടെ പ്രവർത്തികളോ ഒന്നും എന്ത് ചെയ്യാ ദൈവസന്നിധി അടുക്കുന്നതിന് ദൈവത്തിന്റെ വേല ചെയ്യുന്നത് എന്ത് ചെയ്യുന്നില്ല. സക്കറിയാവ് ഒരു മടിയും കാണിച്ചില്ല. ഇല്ലേ, അതുകൊണ്ട് ദൈവം എനിക്ക് നൽകിയില്ല, അതുകൊണ്ട് എന്ത് ചെയ്യണ്ട, ഞാൻ ഇനി ദൈവത്തിന് തന്നെ പോകുന്നില്ല, ദൈവത്തിന് ആരാധന കഴിക്കാൻ ഞാൻ പോകുന്നില്ല, ആലയത്തിൽ ഞാൻ പോകുന്നില്ല എന്നൊന്നും എന്ത് ചെയ്യാ സക്കറിയ പ്രവാചകൻ ചിന്തിച്ചില്ല. പകരം എന്ത് ചെയ്തു, താൻ ചെയ്തു വരുന്നത് പോലെ നിരന്തരമായ ദൈവത്തിന്റെ സന്നദ്ധിയിൽ എന്ത് ചെയ്തു, അവർ ചെയ്തു വന്നുകൊണ്ടേയിരുന്നു. എന്നാൽ ഒരു ദിവസം താൻ ദൈവത്തിന് രൂപം കാട്ടുമ്പോൾ ഹല്ലേലൂയ ദൂതൻ എന്ത് ചെയ്തു, കർത്താവിന്റെ ദൂതൻ ധൂപപീഠത്തിന്റെ വലത്തുഭാഗം നിൽക്കുന്നവനായി അവന് പ്രത്യക്ഷമായി. എന്നിട്ട് അവനെ കണ്ട് ഹല്ലേലൂയ ഭ്രമിച്ചുപോയി, പേടിച്ചുപോയി. ഇതുവരെയും കേൾക്കാത്ത ഒരു ശബ്ദമാണ് എന്ത് ചെയ്യാ കേട്ടത്. അപ്പൊ സക്കറിയാവ് പറയുകയാണ്, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരമായി. നീ എന്നെ കണ്ടുകൊണ്ടോ എന്റെ ശബ്ദം കേട്ടുകൊണ്ടോ, എന്റെ ഇത്രയും ഇല്ല ഇടിമുഴക്കം പോലും എന്റെ ശബ്ദം കേട്ടുകൊണ്ടോ നീ പേടിക്കണം. ഞാൻ നിനക്ക് എന്ത് ചെയ്യാ ഒരു സന്തോഷ വാർത്ത അറിയിക്കുവാൻ വന്നതാണ്. ഇത്രയും നാൾ നീ വിഷമത്തിലൂടെ കടന്നു പോയത്, നീ പേടിക്കണ്ട, നീ ഭയപ്പെടേണ്ട, നിന്റെ പ്രാർത്ഥനയ്ക്ക് എന്ത് ചെയ്യാ ഉത്തരമായി എന്ന് പറയും. നിന്റെ ഭാര്യ എന്ത് ചെയ്യാ ഒരു മകനെ പ്രസവിക്കും എന്ന്. എന്നാ നോക്കുക, ഹല്ലേലൂയ സക്കറിയാവ് ദൂതനോട് പറയുന്നുണ്ട്, ഞാൻ എന്തോന്ന് ഞാൻ എന്താ ദൈവത്തിന്റെ ആലോചന അവിടെ വിശ്വസിക്കുവാനായിട്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, തന്റെ സാഹചര്യങ്ങളിലേക്ക് നോക്കി, തന്റെ ശരീരത്തിലേക്ക് നോക്കിയപ്പോൾ അവിടെ ജീവനുള്ള ഒന്നുമില്ല. ഹല്ലേലൂയ കുഞ്ഞുങ്ങളെ തലമുറയെ ജനിക്കുവാൻ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടതായ ഒരു ജീനുകളും ഒരു ജീവന്റെ അംശവും തന്റെ ശരീരത്തിൽ ഇല്ലെന്നും മനസ്സിലാക്കിയ ഹല്ലേലൂയ സക്കറിയാവ് ദൂതനോട് പറയുകയാണ്,
ഞാൻ ഇത് എന്തോന്ന് ഞാൻ അറിയും, ഞാൻ വൃദ്ധനും എന്റെ ഭാര്യ വയസ്സ് ചെന്നോളം അല്ലയോ എന്ന് പറയുകയാണ്. ദൂതൻ അവനോട്, ഞാൻ ദൈവസ്നെടുക്കുന്ന ഗബ്രിയേൽ ദൂതൻ നിന്നോട് സംസാരിക്കുവാനും നിന്നോട് ഈ വർത്തമാനം അറിയിക്കുവാൻ എന്നെ അയച്ചിരിക്കുന്നു. അമ്മ തക്ക സമയം നിവർത്തി വരുവാനുള്ള എന്റെ വാക്ക് നീ വിശ്വസിക്കാത്തതുകൊണ്ട് അത് സംഭവിക്കും വരെ നീ സംസാരിക്കുവാൻ കഴിയാതെ മൗനമായിരിക്കും. നോക്കുക, ദൈവത്തിന്റെ ശബ്ദം ദൈവം അറിയിച്ചപ്പോ അത് വിശ്വസിക്കാതെ എന്ന് വെച്ചാൽ അത് സെക്കരിയാവിന്റെ കുഴപ്പമല്ല, തന്റെ സാഹചര്യം മനസ്സിലാക്കി ഇങ്ങനെ സംഭവിക്കുമോ എന്നുള്ളൊരു ആശ്ചര്യം നിമിത്തം എന്ത് ചെയ്തു, സക്കരിയാവ് മൗനമാകുക. എന്നുവെച്ചാൽ ദൈവം എന്ത് ചെയ്തു, എന്റെ വായ അടച്ചു കളഞ്ഞു. നോക്കുക, എന്നാൽ ദൈവം ദൂതൻ സക്കരിയാവിനെ പറഞ്ഞ ആ സമയം തന്നെ ഭാര്യ എലിസബത്ത് ഗർഭം ധരിച്ചു. പക്ഷേ ഈ ആലയത്തിന് ശുശ്രൂഷകളെല്ലാം ചെയ്തിട്ട് എന്ത് ചെയ്യാ, കടന്ന് ഭവനത്തിലേക്ക് പോകുമ്പോൾ തന്റെ ഭാര്യ എലിസബത്തിന് തന്റെ അകത്തളങ്ങൾ അറിയാം. എന്ത് ചെയ്യാ, ഒരു പുതിയ ജീവൻ തന്റെ ശരീരത്തിന് വ്യത്യാസം ഉണ്ടാകും എന്ന് അറിഞ്ഞ് മനസ്സിലാക്കി. പക്ഷെ എന്നാൽ എന്ത് ചെയ്യാ, ഇത് തന്റെ ഭർത്താവിനോട് സംസാരിക്കുമ്പോ തന്റെ ഭാര്യയ്ക്ക് വേണ്ട ആശ്വാസം പറയുവാൻ എന്ത് ചെയ്യാ, സക്രിയാവിന് കഴിയാതെ വരുന്നു. നമുക്കറിയാം, നമ്മൾ അദ്ദേഹം വായിച്ചു നോക്കുക, ഒരു ഭാര്യ ഇവിടെ ശരീരത്തിന്റെ വ്യത്യാസം, കുഞ്ഞു തലമുറ ജനിക്കുമ്പോൾ ഇവിടെ ശരീരത്തിന്റെ വിവിധമായ വ്യത്യാസം, ഇപ്പം ക്ഷീണമുണ്ടാകാം, ചില ഭാരമുണ്ട്. പക്ഷെ ഇതൊക്കെ സക്രിയാവിനോട് ചെന്ന് പറയുമ്പോൾ അല്ലെങ്കിൽ ഈ സക്രിയാവിനെ തന്നെ ആശ്വസിപ്പിക്കാൻ കഴിയുന്നില്ല. എന്തുകൊണ്ടാ താൻ മൗനമായി പോയി, ഒരു വാക്ക് കൊണ്ട് തന്റെ വൈഫിനെ ആശ്വസിപ്പിക്കാൻ കഴിയാതെ ഇരിക്കുന്ന ഒരു സമയം നമുക്കറിയാം. ഹല്ലേലൂയ, മറിയ വന്നിട്ട് മറിയ എന്നിട്ട് എന്ത് ചെയ്യാ, വന്നപ്പോൾ ഇവിടെ എന്ത് ചെയ്യാ, ഇവിടെ എന്ത് ചെയ്തു, സന്തോഷിച്ചെന്നാ പറയാം. കാരണം അവിടെ അത്ര ദിവസമുള്ള അവിടെ എന്ത് ചെയ്യാ, ഹല്ലേലൂയ, അവിടെ ആ വേദന, അവളുടെ ആ സങ്കടം, അവളുടെ ആ ശാരീരികമായിരിക്കുന്ന ചേഞ്ച്, അവിടെ ശരീരം ഇത്രയും ദിവസം അനുഭവിച്ചുകൊണ്ടിരിക്കുമ്പോ മറിയ തന്റെ അടുക്കിലേക്ക് വരുമ്പോൾ തന്റെ ഉദരത്തിൽ കിടക്കുന്ന ആ പിള്ള, ഗർഭത്തിൽ കിടക്കുന്ന ആ കുഞ്ഞ് തുള്ളിച്ചാടി അവിടെ ഒരു നിറവ് അവിടെ വെളിപ്പെടുവാനിടയായി. ഹല്ലേലൂയ, അവൾ പറയുക, നോക്കുക, അപ്പൊ സക്കരിയാവ് എപ്പോഴാണോ ദൈവശബ്ദം കേട്ടത് അപ്പോൾ എന്ത് ചെയ്തു, എലിസബത്തിന്റെ ഉള്ളിൽ എന്ത് ചെയ്യാ, ഉദരത്തിൽ ഹല്ലേലൂയ മുറിവായി, കുഞ്ഞു ഉരുവായി. ഹല്ലേലൂയ, എന്നാൽ എന്ത് ചെയ്യാ, ഇതൊരു സന്തോഷം, ഞാൻ ഇങ്ങനെ കേട്ടു, ഇങ്ങനെ ഹല്ലേലൂയ എനിക്ക് എന്നോട് ദൂരം പറഞ്ഞു എന്നാ വന്ന് പറയാൻ എന്ത് ചെയ്യാ പറ്റില്ല. പറഞ്ഞ എന്ത് ചെയ്യാ, ദൈവത്തെ അവിശ്വസിച്ച നിമിത്തം തന്റെ സാഹചര്യങ്ങളെ വിശ്വസിക്കുകയും ദൈവത്തിന്റെ വാക്കുകളെ അവിശ്വസിക്കുകയും ചെയ്തപ്പോൾ സക്രിയാവിന്റെ വായ അടഞ്ഞപ്പോ അങ്ങനെ ഈ അത്ഭുതം തന്റെ ഉദരത്തിൽ നിന്ന് പുറത്തു വരും വരെ എന്ത് ചെയ്യാ, ആ സക്രിയാവിന് സംസാരിക്കാൻ കഴിഞ്ഞില്ല. പ്രിയരെ, നമ്മൾ പ്രാർത്ഥന പല വിഷയങ്ങൾക്കും മറുപടി ലഭിച്ചു. പക്ഷെ നാം എന്ത് ചെയ്ത് അവിശ്വസിക്കരുത്, ദൈവത്തെ വിശ്വസിക്കുക. നമ്മൾ വിശ്വാസത്തോടെ ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥന ലഭിച്ചു എന്ന് വിശ്വസിക്കണമെന്നാ തിരുവചനം. നാം പലപ്പോഴും പ്രാർത്ഥിക്കുന്നുണ്ട്, പക്ഷെ എന്നാൽ എന്ത് ചെയ്യാ, നമ്മൾക്ക് ദൈവം ലഭിച്ചു എന്ന് നാം ഇന്ന് നമ്മുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിച്ചു. നമ്മൾ എഴുന്നേറ്റ് കുറച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുമ്പോൾ അല്ലെങ്കിൽ നമ്മൾക്ക് ലഭിച്ചു നാം വിശ്വസിച്ചുള്ളിൽ ആദ്യം. പക്ഷെ പലപ്പോഴും അതിന് മറുപടി കിട്ടില്ല, ആയില്ല, എന്തായിത്തീരുന്നതൊക്കെ നാം പിന്നെ എന്ത് ചെയ്യാ യാതൊരു. പക്ഷെ നാം വിശ്വസിക്കണം, നമ്മുടെ പ്രാർത്ഥന മറുപടി. എത്ര നാളായാലും നാം ഇങ്ങനെ മാറിപ്പോയാലും നമുക്ക് പ്രാർത്ഥനകൾക്ക് മറുപടി ഇല്ലെന്ന് നാം വിചാരിച്ചാലും ദൈവത്തിന്റെ സന്നിധിയിൽ എല്ലാത്തിനും മറുപടി ഉണ്ട്. ഈ സക്കറിയ പ്രവാചകനെ പോലും നാം എന്ത് ചെയ്യരുത്, പുരോഹിതനെ പോലും നാം എന്ത് ചെയ്യുക, അവിശ്വസിക്കരുത്. ദൈവത്തിന്റെ ആലോചന വിശ്വസിക്കാൻ ദൈവം നമുക്ക് നൽകിത്തരും. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്ന വലിയൊരു തലമുറയെ ചുമക്കേടന് ആ തലമുറ ഉദരത്തിൽ ജനിക്കുമ്പോൾ പിതാവ് മൗനമായി ദൈവം അങ്ങനെ ആക്കി. ഹല്ലേലൂയ. എന്നാൽ ഹല്ലേലൂയ, ഇപ്പൊ മറിയ നമുക്ക് കാണുന്നത്, മറിയ എങ്ങനെ തലമുറ ജനിക്കുക ചോദിച്ചോ, നിന്റെ മേൽ പരിശുദ്ധാത്മ വരുമെന്ന് പറഞ്ഞപ്പോൾ എന്ത് ചെയ്യുക, മറിയ അവിടെ ഏൽപ്പിച്ചു കൊടുത്തു. പക്ഷേ സക്കരിയ പ്രവാചകൻ എന്ത് ചെയ്തില്ല, ഏൽപ്പിച്ചു. നമുക്ക് മറിയെ കാണാം, കർത്താവ് ജനിക്കും, ദൂരത്തിൽ ജനിക്കും, അല്ലെങ്കിൽ ഗർഭിണിയായ മകനെ പ്രസവിക്കും, ഇമ്മാനുവേൽ പേരിടുന്ന പറയുമ്പോൾ ദൂതൻ വന്ന് അവളോട് ഗബ്രിയേൽ സംസാരിക്കുമ്പോൾ അതേ ദൂതനാണ് രണ്ട് ജന്മമാണ് അവിടെ എടുക്കുന്നത്. ഒക്കെ ദൈവത്തിന് വഴി ഒരുക്കേണ്ടതിന് മുമ്പേ തന്റെ ദൂതനെ അയക്കുന്ന യോഹന്നാൻ സ്നാപകൻ, പുറകെ വരുന്ന ദൈവപുത്രൻ. നോക്കുക, ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി അല്ലെ ദൈവത്തിന്റെ രാജ്യത്തിന് വേണ്ടി ദൈവം ഒരുവനെ ഒരുക്കിയെടുത്ത് പുറത്തു വിടുന്ന ആഗ്രഹിക്കുമ്പോൾ
ഒരു വായിൽ ദൈവം തന്നോട് പറഞ്ഞു, ദൈവ ശബ്ദം, ഹല്ലേലൂയ, നീ ഒരു മകനെ പ്രസവിക്കും, നീ ഒരു അപ്പനാകും, നീ സന്തോഷവനാകും എന്ന് പറയുമ്പോൾ പെട്ടെന്ന് എന്ത് ചെയ്യുന്നില്ല, വിശ്വസിക്കാൻ കഴിയാതിരിക്കുമ്പോൾ ആ കുറച്ചു നാളത്തേക്ക് എന്റെ മകൻ ഈ ഭൂമിയിൽ ജനിക്കുന്ന സമയം വരെ ഒരു പിതാവ് മൗനമാകേണ്ടി വന്നു. നോക്കുക, ഹല്ലേലൂയ. പ്രിയരെ, ദൈവം പറഞ്ഞിരിക്കുന്ന വാഗ്ദത്തം കുറിച്ചുകൾ ഉണ്ടാകും. ഇത്ര നാൾ നീ പ്രാർത്ഥിച്ചെന്നൊക്കെ ചോദിച്ചു മറ്റും നമ്മൾ ചോദിക്കുമ്പോൾ എന്ത് ചെയ്യാം, അതിനൊക്കെ മറുപടികളുണ്ട്. പക്ഷെ നാം എന്ത് ചെയ്യണം? ദൈവം പറയുന്ന വാഗ്ദത്തങ്ങളെ വിശ്വസിക്കുക, ദൈവസനിലായിരിക്കുക. ദൈവം വൻകാര്യം നമ്മൾ ചെയ്യും. അവൻ നിന്നെ നിന്ദിക്കുന്നതിന് മുമ്പാകെ, നിന്നെ ഹല്ലേലൂയ തല കുനിപ്പിക്കാൻ നിൽക്കുന്നതിന് മുമ്പാകെ, നിന്റെ ദേശം ഓടിച്ചു പോകുന്നതിന് മുമ്പാകെ, നിനക്കൊരു നന്മ ഉണ്ടാകത്തില്ലെന്ന് പറയുന്നതിന് മുമ്പാകെ ദൈവം നിനക്ക് തലമുറകൾ നൽകും. ഹല്ലേലൂയ. എന്താണ് നിനക്ക് ഇല്ലാതിരിക്കുന്നത് അതിൽ ദൈവം നൽകും. ഹല്ലേലൂയ. വാഗ്ദത്തങ്ങൾക്ക് ഒരു പൂർത്തീകരണമുണ്ട്. വിശ്വസിക്കുക, കർത്താവിൽ ആശ്രയിക്കുക. ദൈവം നമ്മെ സഹായിക്കട്ടെ. ആമേൻ.